ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവാണ്. ഇപ്പം ഞങ്ങൾ വീട്ടിലാണ്. വിഷ്ണു ഉണ്ട്, എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലണ്ടനിലേക്ക് പോവും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മളൊരു യൂറോപ്പ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 3-4 ദിവസത്തെ. ലണ്ടനിൽ നിന്ന് ആംസ്റ്റർഡാം പോവും. ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു കാറ് ഹയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാരീസിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു റോഡ് ട്രിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ തിരിച്ച് പാരീസിൽ നിന്ന് വരുമ്പം ബെൽജിയം ബ്രസൽസിൽ ഒരു സ്റ്റോപ്പ് ഓവറും കൂടി ഉണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ആംസ്റ്റർഡാമിലേക്ക് വരും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് വിൽ ബി വിത്ത്. ഞങ്ങളിപ്പോൾ എയർപോർട്ട് എത്തി. ഈസി ജെറ്റാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ലഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. വലിയ ക്യൂ ആണ്. ആക്ച്വലി ചെക്ക് ഇൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നിട്ടും ക്യൂ നിൽക്കേണ്ടി വരികയാണ് ചെക്ക് ഇൻ ബാഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ നെതർലാൻഡ്സ് എത്തി. ആംസ്റ്റർഡാം ഷിപ്പോൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ്സ് ആയുള്ളൂ ലാൻഡ് ചെയ്തിട്ട്. ഇവിടെ ഇപ്പോൾ 1 hour ലണ്ടനേക്കാളും ഫോർവേഡാണ് ടൈമിങ്. അപ്പോൾ ലണ്ടനിലിപ്പോൾ 8:30 ആയി, ഇവിടെ 9:30 ആയി. അപ്പോൾ ഞങ്ങൾ ഗേറ്റിൽ സോ ഹാപ്പി, കാരണം ഇത് ഞങ്ങളുടെ 8th കൺട്രിയാണ്. അപ്പോൾ ഇനിയും കുറേ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാഗേജ് ക്ലെയിമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്ന് തന്നെയാണ് റെൻ്റ് കാറ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എയർപോർട്ടിൽ തന്നെ റെൻ്റലാണ്. അപ്പോൾ ഒരുപാട് പിന്നെ ഹോട്ടൽ ചെക്ക് ഇൻ 3 മണിക്കാണ്. പക്ഷേ ഏർലി ചെക്ക് ഇൻ പറ്റുമോ നോക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യം ബാഗേജ് ക്ലെയിം കഴിഞ്ഞിട്ട് കാർ എടുത്തിട്ട് അവിടെ പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞങ്ങളപ്പോൾ ബാഗേജ് ക്ലെയിമിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പാസ്പോർട്ട് കൺട്രോളിൽ പോയി സീലൊക്കെ വെച്ച് ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് 2 ട്രോളിയും ലോക്ക് ചെയ്യാതെയാണ് ഞങ്ങൾ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബാഗേജ് ക്ലെയിമിൻ്റെ അവിടേക്ക് പോവുകയാണ്. എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. പെട്ടി അവിടെ ഉണ്ടോ അതോ അതിനകത്ത് സാധനങ്ങൾ വല്ലതും ഉണ്ടോ അതോ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. 2 പേരും മറന്നുപോയി. അതാണ് സംഭവിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞതാണ് ലോക്ക് ചെയ്യണമെന്ന്, പക്ഷേ മറന്നുപോയി. അപ്പം എന്തായാലും പോയി നോക്കാൻ പോവാണ് എന്താ അവസ്ഥ എന്ന്. ഓക്കെ, 19 ഈ പെട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. അടുത്ത് വരുന്നുണ്ട്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഹോപ്പ്ഫുള്ളി എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഇവിടെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. ഇപ്പം ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. പക്ഷേ ഇത്തിരി നേരത്തെയാണ്, 11 മണിക്കാണ് ആക്ച്വലി റെൻ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ഇപ്പോൾ ഇവിടെ 10 മണി ആയതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും വിശക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റാകുമ്പോഴേക്കും 11 മണി ആവുമായിരിക്കും. അപ്പം അങ്ങനെ വണ്ടി എടുത്ത് പോകാമെന്നാണ് വിചാരിക്കണേ. അതിനാദ്യം അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം പുറത്തിറങ്ങണം. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക.
ഞങ്ങളിപ്പോൾ കാർ റെൻ്റലിൽ നിന്ന് കുറേ കറങ്ങി അവസാനം സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ എത്തി. അവരാദ്യം പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഫോർഡ് ഫിയസ്റ്റ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 സീറ്റർ. പക്ഷെ അവർ പറഞ്ഞു ഒരു ഫ്രീ അപ്ഗ്രേഡ് ഉണ്ട്, അപ്പോൾ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിനൈ ഒന്നും ചെയ്തില്ല. വന്നപ്പോൾ കിട്ടിയത് ഇതേ വോൾവോ XC40 കിടിലൻ വണ്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏർലി ചെക്കിൻ നടക്കുമോയെന്നറിയില്ല, അവിടെ ചെന്ന് നോക്കണം. അപ്പോൾ വണ്ടി അടിപൊളിയാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവാണ്, കുഴപ്പമില്ല. പക്ഷേ വിഷ്ണു നേരത്തെ ഓടിച്ച് ശീലമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിവേ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇവിടെ ഹോട്ടലിലെത്തി. ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ അതിലാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവർ ഏർലി ചെക്കിൻ ഇല്ലെന്ന് പറഞ്ഞു. പോരാത്തതിന് കാർ പാർക്കിങ് നേരത്തെ അറിയാമായിരുന്നു. 30 euros പെർ നൈറ്റ് എന്താണ് നമ്മൾ പേ ചെയ്യേണ്ടത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം ഇവിടെ പാർക്കിംഗ് എപ്പോഴും സീനാണ്. ആംസ്റ്റർഡാം ആണെങ്കിലും സിറ്റിയിൽ പ്രത്യേകിച്ച് പാർക്കിംഗ് ഒട്ടുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ലഗേജ് എല്ലാം ഇവിടെ കയറ്റി വെച്ച് എന്നിട്ട് സിറ്റിയിലേക്ക് പോവാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാവും, അത് കുറേയും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും 3 മണിക്ക് ഇനിയിപ്പോൾ റൂം കിട്ടുള്ളൂ, അപ്പോഴേക്കും തിരിച്ച് വരാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ടായി. ഞങ്ങൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തു ഇപ്പം തന്നെ. എന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ പറഞ്ഞു. അപ്പോൾ സോറി, താങ്ക് യു. യെസ്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് തന്നെയുള്ളൊരു മോളിൽ വന്നു. ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ഉറക്കം വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്തും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് 4 മണിക്ക് വാങ്കോ മ്യൂസിയത്തിലൊരു ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിന് 3 മണിക്കാണ് ചെക്ക് ഇൻ കിട്ടുള്ളൂ ഹോട്ടലിൽ. അപ്പോൾ എല്ലാം കുറച്ച് ടൈമിങ് ഇച്ചിരി ഇഷ്യൂ ആണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു സ്മൂത്തിയും വിഷ്ണു ഒരു ബട്ടർ മിൽക്കും കഴിക്കാൻ പോവാം. പിന്നെ മെയിൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, അവിടെ ചെന്ന് റെഡിയായി ഇറങ്ങി. 4 മണിക്ക് വാങ്കോ മ്യൂസിയത്തിൽ അവിടെ ഞങ്ങൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രീറ്റാണ്, ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. അപ്പോൾ ടാക്സി പിടിച്ചാണ് ഇവിടെ വന്നത്, കാരണം കാറ് അവിടെ നിന്ന് എടുത്തില്ല, അവിടെ പാർക്കിങ്ങിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ ടാക്സി കുറച്ച് അപ്പുറത്ത് നിർത്തിയതുകൊണ്ട് ഞങ്ങൾ നടന്നു പോവുക. പക്ഷെ നല്ല അടിപൊളി സ്ട്രീറ്റാണ്. കുറച്ച് നേരം കഴിഞ്ഞ് സൺസെറ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുക, കാരണം അത്രയും ഭംഗിയുള്ള സ്ട്രീറ്റാണ് ഇവിടെ. മതിയോ?
അപ്പോൾ ഈ കാണുന്നതാണ് വാൻ ഗോഗ് മ്യൂസിയം. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. കുറച്ച് ലേറ്റാണ്, കപ്പിൾ മിനിറ്റ്സ് ലേറ്റാണ് ബുക്കിംഗ് ടൈമിനേക്കാളും. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂഞ്ചിപ്പോവും. ഇതാണ് സെൽഫ് പോർട്രേറ്റ് അല്ല, അതിന് സെൽഫ് പോർട്രേറ്റ് ആണ്. വിൻസെൻ്റ് വാൻ ഗോഗ് എഴുതിയൊരു ലെറ്ററാണ്. ടിയോ എന്ന് പറഞ്ഞ ഒരാൾക്ക് എഴുതിയ ലെറ്ററാണ്. അതിനകത്തുള്ള സ്കെച്ചസാണ് കാണിക്കണേ. ഇതാണ് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഏറ്റവും ഫേമസ് ആയ പെയിൻറ്റിങ്, ദ സൺഫ്ലവർ. അപ്പോൾ താഴെ ഇങ്ങനെ കുറേ പോർട്രേറ്റ്സും അതേപോലെ പുള്ളിക്കാരൻ്റെ ലെറ്റേഴ്സിലുള്ള ഡ്രോയിങ്സും അങ്ങനെയൊക്കെ കുറേ കണ്ടു. വിൻസെൻ്റ് വാൻ ഗോഗിനെ കുറിച്ച് അവിടെ എഴുതി വെച്ചേക്കുന്നത്, ഒരു ദിവസം പുള്ളിക്കാരൻ്റെ ചെവി കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എക്സാക്ട് റീസൺ ആർക്കും ഇപ്പോഴും അറിയില്ല. എന്നിട്ട് അത് എന്തോ ഒരു ബ്രോത്തലിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്വന്തമായിട്ട് സെൽഫ് അഡ്മിറ്റായി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് സൂയിസൈഡ് ചെയ്ത് മരിച്ചു. അങ്ങനെ കഴിക്കണ ഒരു ഡിപ്രസിങ് സ്റ്റോറിയാണ്. പക്ഷേ ഒരുപാട് നല്ല പിക്ചേഴ്സും ഡ്രോയിങ്സൊക്കെ ഉണ്ട് ഇവിടെ. വാൻ ഗോഗിൻ്റെ പെയിൻറ്റിങ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ആ സ്ക്രീനിൽ കാണിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞങ്ങളപ്പോൾ വാൻ ഗോഗ് മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ താഴെ വന്നിരുന്ന ഒരു കോഫിയൊക്കെ കുടിച്ച് ഇപ്പോൾ പുറത്ത് പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നൈറ്റ് ഈ സ്ട്രീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സൺസെറ്റ് ആയിട്ടില്ല, ഒരു 6:30 ഒക്കെ കഴിയുമ്പോൾ സൺസെറ്റ് ആവുമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും സ്ട്രീറ്റൊക്കെ കാണാൻ. അപ്പം ഞങ്ങൾ വാൻ ഗോഗ് മ്യൂസിയം ഒക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ ദൂരം നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. ഒരു ചൈനീസാണ്. കണ്ടോ, ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. കാണാൻ തന്നെ ഭയങ്കര കൂളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ച് നോക്കിയിട്ട് വരാം. ഫുഡ് എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് പറയാം. ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി ഇരിക്കുക. ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട്, 35 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം ഫുള്ളാണ്. ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലും ഉണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ബാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു, പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു ഫുഡ് കിട്ടാനായിട്ട്. പക്ഷെ ഫുഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഫുഡായിരുന്നു. എനിവേ ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഇവിടെ അടിപൊളി വ്യൂ ആണ് ഇത് ഫുള്ള്. അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ കണ്ട് കുറച്ച് നേരം നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് മെട്രോ പിടിച്ച് ഹോട്ടലിലേക്ക് പോവും. നാളെ രാവിലെ
ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-8:30 ഒക്കെ ആകുമ്പോൾ പാരീസിലേക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ് ഫ്രം ദ ബോത്ത് ഓഫ് us.